നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂലൈ മാസം മുതൽ ക്ഷേമ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. ഇപ്പോൾ തന്നെ ഏകദേശം 20% ആളുകൾ മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ആളുകളും ഈ മാസത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസം 20-ാം തീയതിയോട് കൂടി തന്നെ എല്ലാ ആളുകളും നിർബന്ധമായിട്ട് മസ്റ്ററിങ് പൂർത്തിയാക്കുക. എങ്കിൽ മാത്രമാണ് ജൂലൈ മാസം മുതലുള്ള പെൻഷൻ അവർക്കും മറ്റു കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ. എന്നാൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് മസ്റ്ററിങ് മാത്രം മതിയാകില്ല. കുറച്ച് ആളുകൾക്ക് ബാക്കി ഒരുപാട് രേഖകൾ കൂടി ഹാജരാക്കി കഴിഞ്ഞാൽ മാത്രമാണ് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ അറിയിപ്പുകൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഈ ഒരു മാസം മസ്റ്ററിങ് ചെയ്താൽ മാത്രം മതിയാകില്ല. അടുത്ത മാസം മുതൽ അവർക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് അവർ വീണ്ടും വിവാഹിതയായിട്ടില്ല എന്ന് പുനർവിവാഹിതയായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സത്യവാങ്മൂലം. 60 വയസ്സ് തികയാത്ത എല്ലാ ആളുകളും നിർബന്ധമായും ഈ കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് ലഭിക്കുന്ന പെൻഷൻ വിധവ പെൻഷൻ ആണെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണിത്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കണക്കനുസരിച്ച് നമുക്ക് 60 വയസ്സായിട്ടുണ്ടാകും ചിലപ്പോൾ. പക്ഷേ രേഖയിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത അന്ന് പെൻഷൻ എടുക്കാൻ സമയത്ത് കൊടുത്ത രേഖയിൽ 60 വയസ്സായിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെൻഷൻ കൊടുത്ത രേഖയിൽ 60 വയസ്സായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുവരേക്കും നിർബന്ധമായിട്ട് ഈ ഒരു സത്യവാങ്മൂലം നൽകേണ്ടി വരും. എങ്കിൽ മാത്രമാണ് തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. മരിച്ച ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന ആളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി നിങ്ങൾ വാർഡ് മെമ്പറെ സമീപിച്ച് കഴിഞ്ഞാൽ വാർഡ് മെമ്പർ ആദ്യം നിങ്ങൾക്ക് സത്യവാങ്മൂലം നൽകും. ആ സത്യവാങ്മൂലം നൽകി ഈ ഒരു മരണ സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പിയും കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ പെൻഷൻ വാങ്ങുന്ന പഞ്ചായത്തിൽ നേരിട്ട് എത്തിക്കുക. അതെത്തിയതിനു ശേഷം നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പെൻഷൻ പോർട്ടലിൽ ഇത് രേഖപ്പെടുത്തണമെന്നും ഉറപ്പുവരുത്തുക. ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ പഞ്ചായത്തിൽ നേരിട്ട് എത്തിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ അത് കയറിയിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അടുത്ത മാസം പകുതിയോട് കൂടി തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മസ്റ്ററിങ് നിർബന്ധമായിട്ടും ചെയ്യണം. മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായിട്ട് ഇപ്പോൾ തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കുക. ഇപ്പോൾ വെറും 20% ആളുകൾ മാത്രമാണ് മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുള്ളത്. കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാം. അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം നേരിട്ട് നടത്തുന്ന ഒരുപാട് ക്യാമ്പുകൾ ഉണ്ടാവാറുണ്ട്. ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ ചില അക്ഷയ കേന്ദ്രങ്ങൾ ക്യാമ്പുകൾ നടത്താറുണ്ട്. അങ്ങനെ ക്യാമ്പിൽ നിന്ന് നിങ്ങൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചില ആളുകൾക്ക് 2 പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതിൻ്റെ കൂടെ തന്നെ ക്ഷേമനിധി പോലെ ലഭിക്കുന്ന പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആൾക്ക് 2 മസ്റ്ററിങ് പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമാണ് തുടർന്നും അവർക്ക് ഈ 2 പെൻഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.